കൊൽക്കത്ത ഐപാക് ഓഫീസിലെ ED റെയ്ഡിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ MP-മാർ ദില്ലിയിലെ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. മോദിയുടെയും അമിത്ഷായുടെയും വൃത്തികെട്ട രാഷ്ട്രീയം ബംഗാൾ തിരസ്കരിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധിച്ച തൃണമൂൽ MP-മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു തലവൂരുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, മമതാ ബാനർജി അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ രാവിലെയൊക്കെ അമിത്ഷായുടെ വസതിക്ക് മുന്നിലൊക്കെ വലിയ രീതിയിൽ കണ്ടു. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ബംഗാളിൽ വീണ്ടും മമത എൻഫോഴ്സ്മെന്റ് തർക്കം അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഐപാക്കിന്റെ ഓഫീസുകളിൽ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ് നടന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ മമതാ ബാനർജി പോലീസുമായി ഐപാക്കിന്റെ ഓഫീസിലെത്തുകയും അവിടെ നിന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം മമതാ ബാനർജി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മമതാ ബാനർജി ആരോപിച്ചത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളടക്കം ചോർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് എന്നൊരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് വലിയ തോതിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റിനെതിരെ മോദി സർക്കാരിനെതിരെ വലിയ തലത്തിലൊരു പ്രതിഷേധം തന്നെയാണ് നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയാണ് തൃണമൂൽ കോൺഗ്രസ് MP-മാർ ദില്ലിയിൽ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ ശക്തമായ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഡെറിക് ഒബ്രൈൻ, മെഹ്വാ മൊയ്ത്ര ഉൾപ്പെടെയുള്ള തൃണമൂൽ MP-മാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എന്തായാലും പ്രതിഷേധത്തിന് പിന്നാലെ തൃണമൂൽ MP-മാരെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എൻഫോഴ്സ്മെന്റ് നടപടിക്കെതിരെ വലിയ തോതിലൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നീങ്ങുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെതിരെ ആരോപണമായി എൻഫോഴ്സ്മെന്റും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ, അതായത് കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ മമതാ ബാനർജി ഐപാക്കിന്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. ഭദ്ര.